തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിലെ സമരത്തിൽ നിന്ന് പിന്മാറാതെ വിദ്യാർത്ഥികൾ. മന്ത്രി ആർ ബിന്ദു ഇടപെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും പ്രിൻസിപ്പാളിനെ പുറത്താക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. മാർക്ക്ദാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, ഇപ്പോൾ നിലവിൽ കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചെങ്കിൽ പോലും പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. അതുപ്രകാരമാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധം നടക്കുന്നത്. നിലവിൽ ഇപ്പോഴും കുട്ടികൾ കെട്ടിടത്തിന് മുകളിൽ തന്നെ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ആവണി, തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിലാണ് സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ഇവിടെയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ കോളേജിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ താഴെ പ്രിൻസിപ്പാളുമായിട്ട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തുകയാണ്. ഇവർ ആവശ്യപ്പെടുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നോ രണ്ടോ മാനേജ്മെൻറ്റിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം ഇൻറ്റേർണൽ മാർക്കിൽ 25-ൽ 24 മാർക്ക് വീതമൊക്കെ നൽകി അവരെ റാങ്കിലേക്ക് എത്തിക്കുകയും മാനേജ്മെൻറ്റിന് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് 1-2 മാർക്ക് കൊടുത്ത് അവരെ തോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സംസാരിക്കുകയും സാധിക്കുമെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ കോളേജിലെത്തി വിദ്യാർത്ഥികളുടെ പ്രശ്നം കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വരെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ, അതുപോലെ തന്നെ തൊടുപുഴ തഹസീൽദാർ, തൊടുപുഴ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി എങ്കിലും വിദ്യാർത്ഥികൾ തങ്ങളുടെ നിരവധി വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത പ്രിൻസിപ്പാളിൻ്റെ രാജിയിൽ കുറഞ്ഞ ആവശ്യം മുന്നോട്ട് വെക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടരുന്ന ഒരവസ്ഥയാണുള്ളത്.